ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 42-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഗുരു കുറച്ചുകൂടി സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടണം എന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. സദ്ഗതി. അപ്പോൾ ഇതുവരെയുള്ളതൊന്നും സദ്ഗതി അല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം മനുഷ്യൻ ഭജിക്കേണ്ടത്, ഉപാസിക്കേണ്ടത് എന്തിനെയാണ്? ഉപരിപ്ലവമായിട്ടുള്ള ഒരുപാട് തലങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ അതൊരു മൂർത്തിയുടെ തലത്തിൽ, ഒരു വിഗ്രഹത്തിൻ്റെ തലത്തിൽ സാമാന്യം ജനങ്ങൾ ഒരു സാത്വികമായിട്ടുള്ള ദേവതയെ ഉപാസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് 1888 ഗുരു പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഗുരു അവിടെ എഴുതി വച്ച സന്ദേശം സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് പറയുമ്പോൾ ആ സോദര ബുദ്ധി ഉണ്ടാകേണ്ടത് എങ്ങനെയെന്നുകൂടി ഗുരു പറയുകയാണ്. ഈ ആത്മോപദേശ ശതകമൊക്കെ ഗുരു രചിക്കുന്നത്, ശിവശതകം ഒക്കെ രചിക്കുന്നത് ഈ തപോഭൂമിയിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ ആദ്യം ഗുരു ആ ഒരു 4 വരികൾ അവിടെ കോറിയിടുമ്പോഴും അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ അടിത്തട്ടിൽ വിലമതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രത്നങ്ങൾ ഗുരു അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെളിച്ചത്ത് വരുന്നത് പിന്നീടാണ്. അപ്പം നമ്മളിതെല്ലാം ഗുരുവിൻ്റെ ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ചേർത്ത് വച്ച് നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾക്ക് വേണ്ടി, ഒരു മനുഷ്യൻ്റെ അവൻ്റെ സദ്ഗതിക്ക് വേണ്ടിയിട്ട് ആണ് ഗുരു ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മൂർത്തിയുടെ തലത്തിൽ നിന്ന് അമൂർത്തമായൊരു തലത്തിലേക്ക്, ഒരു വിഗ്രഹത്തിൽ നിന്ന് വിഗ്രഹമില്ലാത്ത ഒരു തലത്തിലേക്ക്. അപ്പോൾ വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷേണ ഗ്രഹിക്കുന്നതാണ്. കാരണം മനുഷ്യ മനസ്സ് വളരെയധികം സങ്കീർണമായതുകൊണ്ട് അവന് ഏതെങ്കിലും രൂപത്തെ ആ രൂപത്തിൽ മാത്രം ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് മാത്രമേ രൂപമില്ലാത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഗുരുവിനറിയാം. അതും മനഃശാസ്ത്രപരമായിട്ടാണ് ഗുരു സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ അതിലൂടെ അവൻ മറ്റ് ഉള്ളതിനെല്ലാം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെ എല്ലാം അതിവർത്തിച്ചിട്ട് സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടണം എന്ന് പറയുമ്പോൾ അതൊരു ശിവനെയോ വിഷ്ണുവിനെയോ ദേവിയെയോ ഭജിക്കുന്ന പോലെയുള്ള ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഗുരു 42-ാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറയുന്നത്. ഇതം അറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമ. തൻ്റെ വിശേഷമാണ് ബോധം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടണം എന്ന് ഗുരു പറയുമ്പോൾ ഇവിടെ ഈ സാധാരണ അറിവിൽ നിന്ന്, അല്ലെങ്കിൽ വിഗ്രഹത്തിൽ നിന്ന്, നാമരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് അവന് വളരണമെങ്കിൽ, അവന് വികസിക്കണമെങ്കിൽ ഇതിൻ്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഭജിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ, ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇരിക്കണമെന്നല്ല, അതിൻ്റെ യാഥാർത്ഥ്യത്തെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഭജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ഭജന അല്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ
മനസ്സിനകത്തുള്ള സങ്കീർണതകളെ ആദ്യം നമുക്ക് ഒതുക്കണമെങ്കിൽ ഒരു രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം. ഇന്ദ്രിയങ്ങളെ മറ്റുള്ളതിൽ നിന്നെല്ലാം പിൻവലിച്ചു കൊണ്ടുവരണം. അതിന് ബുദ്ധി നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമ്മുടെ മുൻവിധികളെയൊക്കെ മാറ്റി അത് മുൻവിധിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നതും ബുദ്ധിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെല്ലാം തരത്തിൽ ഗുരു നമുക്ക് ഓരോ അപകടങ്ങളിലേക്ക് ഒരാൾ ചെന്ന് പെടാതെ അവന് ആ സദ്ഗതിയിലേക്ക് ഉയരുവാനുള്ള അവസരങ്ങൾ ഗുരു ഉണ്ടാക്കി തരുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്ന് നമുക്ക് പറയാം, ഇത്രയും ഉദാത്തമായിട്ടുള്ള ആശയങ്ങളെ, ദർശനത്തെ, അറിവിനെ പകർന്നു തന്ന ഗുരുവിനെ ഒരു സമുദായത്തിൻ്റെ ആചാര്യനായിട്ടും ലീഡറായിട്ടും ഒക്കെയാണ് ഇന്നും ഈ സാക്ഷര കേരളം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കേരളം കാണുന്നത് എന്നുള്ളത് ആരുടെ പോരായ്മയാണ്? ഗുരുവിൻ്റെ പോരായ്മയാണോ? നമ്മളുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോരായ്മയാണോ? അതായത് ഈ രാജ്യമെന്ന് ചോദിക്കുന്നത് നമ്മുടെ ഈ മനുഷ്യരുടെ, ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള മനുഷ്യൻ്റെ പോരായ്മയല്ലേ ഗുരുവിനെ പോലെയുള്ള ഒരു മഹാത്മാവിനെ ആ മഹാത്മാവ് സങ്കല്പിച്ച തലത്തിലേക്ക് ഉയരാൻ പോലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്താൻ പോലും നമ്മൾ മാനസിക വികാസം പ്രാപിച്ചിട്ടില്ല, ബൗദ്ധിക വികാസം പ്രാപിച്ചിട്ടില്ല എന്ന് ഉള്ള തിരിച്ചറിവിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മഹിതമായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ഗുരു നമ്മളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് അതിനെ ഭജിക്കുവാനായിട്ട് ഗുരു പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടി ഒരു ശ്രമം നടത്താം. ഈ മനുഷ്യജന്മം ഇവിടെ തീർന്നു പോകുന്നതിന് മുമ്പ് അതിന് ഏവർക്കും സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.